ഹലോ ഡിയേഴ്സ്, 2026 SSLC എക്സാം എഴുതിയ ഒരുപാട് മക്കളെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. മെയ് 15 3 മണിക്ക് ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സമയം. പക്ഷേ ഇത്തവണ അതിനകത്ത് 15-ന് റിസൾട്ട് വരുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം മന്ത്രി പോയിട്ട് മുഖ്യമന്ത്രി വരെ അതിനകത്ത് ഇപ്പം ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പൊതുവെ മന്ത്രിയാണ് റിസൾട്ട് പ്രഖ്യാപിക്കാറുള്ളത്. അപ്പം ഇത്തവണ നീളുമോ റിസൾട്ട് എന്നതിലോട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒപ്പം നിങ്ങളിപ്പം അതിനകത്ത് മികച്ച രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന A+ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇത്തവണ കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെ ആയിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട. അതിനകത്ത് നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പം നിങ്ങൾ ഇനിയിപ്പം +1 +2 വരുമ്പം കട്ടൊക്കെ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ, അതിനകത്ത് ഇപ്പം നിങ്ങൾ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ സബ്ജക്റ്റ് വൈസ് കാര്യങ്ങളൊക്കെ സിമ്പിളാക്കിയിട്ട്, അതിപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ സിമ്പിളാക്കിയിട്ട് പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം നിങ്ങളുടെ ചാനലിലോട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത്തവണ അതിനകത്ത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ അതിനകത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഒക്കെയാണ് റിസൾട്ട് പ്രഖ്യാപിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണയും ആ രീതിയിൽ തന്നെ റിസൾട്ട് മെയ് 15-ന് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള സാധ്യതകളാണുള്ളത്. എന്തായാലും അതിൻ്റെ ഉറപ്പ് നാളെ ചേരുന്ന ആ ഒരു ബോർഡ് മീറ്റിംഗ് അതിനകത്ത് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് റിസൾട്ടുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം നമുക്ക് ലൈവ് ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. That's all. Thanks for watching.